അന്നത്തിന്റെ ജാതി ദോഷം പോകണമെങ്കിൽ അത് ഏത് ഗുണത്തോട് കൂടിയതാണ്, ഏത് വീര്യമുള്ളതാണ്, ഏത് വിഭാഗമുള്ളതാണ്? അത് സാത്വികമോ രാജസമോ താമസമോ? അത് മുഖ്യ പ്രകൃതി ഗുണം. അത് ഏത് രസങ്ങളോട് കൂടിയതാണ്? കടുരസമോ അമ്ലരസമോ ലവണരസമോ തിക്തരസമോ എന്നിങ്ങനെ രസങ്ങൾ ഏതാണ്? അത് കഴിച്ചാൽ കഴിക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ദഹിച്ചു വന്നാൽ മധുരമാണ്. ഉപ്പിന്റെ വിഭാഗം മധുരമാണ്. അതുകൊണ്ടാണ് പ്രമേഹം വന്നാൽ ആദ്യം ബ്രാഹ്മണൻ നിർത്തുന്നത് ഉപ്പാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണർ ആശുപത്രി പോകാതെ കുറെ കാലം ജീവിച്ചത്. ഇന്നാണെങ്കിൽ ഡോക്ടറെ പോയി കാണും, ഉപ്പ് ബിസ്ക്കറ്റ് തിന്നോളാൻ പറയും. ഉപ്പ് ബിസ്ക്കറ്റ് തിന്നും, ഉപ്പ് മധുരമായി മാറും. ബിസ്ക്കറ്റിനകത്തെ അലക്സാൻ പ്രമേഹത്തെ ഉണ്ടാക്കാൻ പിറ്റ്യൂട്ടറിയിൽ ബാധിക്കും. അരി വെച്ച് മറ്റുള്ളവർ തന്നെ കഴിക്കേണ്ടതേ ഉള്ളൂ. മൈദ അലക്സാൻ ചേർത്ത് ചവിട്ടി കൂട്ടി കുഴച്ച് ബിസ്ക്കറ്റ് ആക്കിയാൽ ബ്രാഹ്മണന് കഴിക്കാം. അത് കർമുറ ബിസ്ക്കറ്റ് ആണെങ്കിൽ ഗുജറാത്തിൽ നിന്നുള്ള കിളിമീനൂടെ ചേർന്നതാണ്. ഗംഭീരായി. ഇതിനൊരു സമാധാനം പറയാം, പട്ടേരിയും ഇന്നൊട്ട് കൂട്ടിയിട്ടുണ്ടല്ലോ. കേൾക്കുന്നവരും ഏതോ ഒരു പട്ടേരി മീൻ കൂട്ടിയാൽ ചോറുണ്ട്. നാരായണി ജയിച്ചതാണ് ആരോ പറഞ്ഞു കേട്ടിട്ട് പറയുന്നത്. പക്ഷെ അത് മീൻ വേറെയാണ്. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആദ്യം അറിയണം ഭക്ഷണത്തിന്റെ ജാതി. ഏതൊക്കെ ബ്രാഹ്മണ്യം കഴിക്കരുത് എന്ന് വൈദികമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അവയുടെ രസവീര്യ വിഭാഗങ്ങളുടെ പ്രത്യേകത എന്താണ്? അതിന്റെ സൂക്ഷ്മാംശം, കഴിക്കുന്ന ആഹാരമാണ് പചിച്ച് രൂപാന്തരപ്പെട്ട് മലമായി പുറത്തേക്ക് പോകുന്നത് കുറച്ച്. അത് തന്നെയാണ് മാംസമായി തീരുന്നത്, അത് തന്നെയാണ് മനസ്സായി തീരുന്നത്. ആഹാരത്തിന്റെ സൂക്ഷ്മാംശമാണ് മനസ്സെങ്കിൽ മനസ്സിനെ കാറ്റേറ്റിലകാത്ത ദീപം പോലെ, കല്ലോലമില്ലാത്തൊരാഴി പോലെ നിർത്തണമെങ്കിൽ കഴിക്കുന്ന ആഹാരം ഉത്തമമായിരിക്കണം. ആഹാരത്തിൽ നിയന്ത്രണമില്ലാത്തവന് ശാസ്ത്രങ്ങൾ തിരിയില്ല. ത്യാജ്യഗ്രാഹ്യ വിവേചന ശക്തി ഉണ്ടാവില്ല. സംസ്കാരം കിട്ടണമെങ്കിൽ ത്യാജ്യഗ്രാഹ്യ വിവേചന ശക്തി ഉണ്ടാവണം. ത്യാജ്യഗ്രാഹ്യ വിവേചന ശക്തി ഉണ്ടാകണമെങ്കിൽ അഗ്നിയെയും ജലത്തെയും അന്നത്തെയും തിരിച്ചറിയണം. ആന്തരികാഗ്നിയെയും വസ്തുവിലിരിക്കുന്ന അഗ്നിയെയും തിരിച്ചറിയണം. പുരോഹിതനായ അഗ്നിയെ മുമ്പിൽ സഞ്ചരിപ്പിക്കാൻ പഠിക്കണം. ഇത് പറ്റിയാലേ നടക്കുള്ളൂ. അപ്പോ അന്നത്തിന്റെ ജാതി തിരിച്ചറിയണം. അതുകൊണ്ട് പ്രകൃതിയിൽ എവിടെ വിളഞ്ഞതാണിത്? ഇത് പുതിയതാണോ പഴയതാണോ? പുതിയത് കഴിച്ചാൽ എന്ത്, പഴയത് കഴിച്ചാൽ എന്ത്? അരി പുതിയതാണോ നല്ലത്, പഴയതാണോ? തിപ്പലി പുതിയതാണോ പഴയതാണോ? മുതിര പഴയതാണോ പുതിയതാണോ? തലേ ദിവസം തിളപ്പിച്ചിട്ട് രാവിലെ വെള്ളം ഊറ്റി കളഞ്ഞ് വാവട്ടുവോളം ആവി കൊള്ളിച്ച് എടുത്ത് വെയിലത്തിട്ട് ഉണക്കി എടുക്കുമ്പോൾ അത് കുത്തുമ്പോൾ അതിന്റെ സംസ്കാര കർമ്മത്തിന്റെ വ്യത്യാസം കൊണ്ട് ഒരരി പോലും മുറിയില്ല. ഒരു ദിവസം തന്നെ തിളപ്പിച്ച് ആ ദിവസം തന്നെ വെള്ളം ഊറ്റി വാവട്ടുമാർ വേവിച്ച് ഉണങ്ങി കൊണ്ടുപോയി കുത്തിയാൽ ഒരരി പോലും മുഴുവനുള്ളതുണ്ടാവില്ല. അതുകൊണ്ട് പഴയ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ജാതി
പല സ്ഥലത്ത് ഇടുകയും എടുക്കുകയും ചെയ്യുമ്പോൾ വന്നു വീഴുന്ന മാലിന്യങ്ങൾ നിമിത്തം എലി, പല്ലി മുതലായവയുടെ കാഷ്ടം മുതലായവ, എലി മുതൽ പല്ലി മുതലായ ജീവികൾ നിമിത്തങ്ങളെ ഒഴിവാക്കണം. നിമിത്തം ഒരു ദോഷമാണ് അന്നത്തിലെ. അന്നം ആരാണ് ഉൽപ്പാദിപ്പിച്ചത്? ആ മനസ്സെന്തായിരുന്നു? കർഷക മനസ്സായിരുന്നുവോ വ്യാവസായിക മനസ്സായിരുന്നുവോ? ആ മനസ്സ് ആ വസ്തുവിൽ കടന്നു കയറും. അന്തശ്ചേതനങ്ങളായ സാധനങ്ങളിൽ, കാരണം സസ്യമുണ്ടാകുന്നത് ഷസു സ്വപ്നെ, ജീവന്റെ സ്വപ്നങ്ങളുടെ പ്രതിരൂപങ്ങളാണ് സസ്യങ്ങൾ. അതിന്റെ അടുക്കലൂടെ പോകുന്നവരുടെ സ്വപ്നങ്ങളെ ആവാഹിച്ചെടുത്ത് വളരാൻ കഴിവുള്ളവയാണ് സസ്യങ്ങൾ. അതാ ചിലര് കുഴിച്ചു വെച്ചാല് എത്ര നല്ല വിത്തായാലും എത്ര വളക്കൂറുള്ള മണ്ണായാലും അത് അവന്റെ സ്വഭാവവും സ്വപ്നവും പോലെ വളർന്നു തിരിഞ്ഞിരിക്കും. നല്ല തിരുവോണം നാളിലേക്ക് എനിക്ക് ആളുകൾ കുഴിച്ചു വെച്ചാല് അത് അരയോഹര വളരും എന്ന് പറയും, കേട്ടിട്ടില്ല? അത് പൂത്തുടങ്ങി കാഴ്ച കിടക്കും. മറ്റേത് അമ്പലമുട്ട എത്തിയാലും ഒരു കാര്യം തരികയില്ല. അതുകൊണ്ട് വളരെ നിർണായകമാണ്. അതിൽ ആശ്രയമുണ്ട്. ഇതാരാണ് കൊണ്ടുവരുന്നത്? ആരാണ് പാചകം ചെയ്യുക? ഏറ്റവും പ്രധാനം പാചകം ചെയ്യുന്നത് അഗ്നി ചേരുന്നതാണ്. ജലം അന്നത്തോട് ചേരുന്നതാണ്. അഗ്നിയും ജലവും അന്നത്തോട് ചേരുമ്പോൾ സാമീപ്യമാരുടെയാണ്, സങ്കല്പമാരുടെയാണ്, പാചകമാരുടെയാണ്. ഇതുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കുന്നതിൽ വിമുഖരായത്. സംസ്കരിച്ചെടുത്ത ഈ സംസ്കാരം ആ അന്നത്തിന്റെ സംസ്കാരം ചേരുമ്പോൾ നഷ്ടപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളുടെ ആചാര്യന്മാർ അന്നം പാചകം ചെയ്ത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കി തരുന്നതിന്റെ വിരോധം കൊണ്ടല്ല. ഇതിനെ എതിർത്തതാരാണ്? അന്യമതസ്ഥർ, അന്യജാതികൾ അല്ല, നിങ്ങളിലെ പുരോഗമനക്കാർ. ആദ്യം നിങ്ങൾ DNA ടെസ്റ്റ് ചെയ്യേണ്ടത് അവരുടേതായിരുന്നു. കഴിക്കാൻ ഞാനെന്ന് പറഞ്ഞ ഒരാൾ ചെന്നാൽ പോലും അങ്ങേക്ക് അരി തരാം, ഇവിടെ വെച്ചോളൂ, അങ്ങേക്ക് പച്ചക്കറികൾ തരാം, അവിടെ വെച്ച് കഴിച്ചോളൂ, ഞങ്ങള് ഉണ്ടാക്കിയത് കഴിക്കണം. കാരണം അവർക്കറിയുമായിരുന്നു ആ ജീവിതം സംസ്കരിച്ചതാണ്. അത് ഞങ്ങളുടെ കൂടെ ഉന്നമനത്തിനാണ്. അത് ഉൽപ്പത്തി ലയങ്ങൾക്ക് മാതൃകയാണ്. അത് പ്രകൃത്യാനന്ദത്തിനാണ്. ആരാണ് തകർത്തത്? ആരാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയിച്ചത്? ആരാണ് ഇങ്ങനെയൊക്കെ ഉള്ളതിനെ എതിർത്ത് സാഹിത്യം രചിച്ചത്? ആരാണ് ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പോകാൻ വെമ്പൽ കൊണ്ടത്? ആരാണ് സർവത്ര ലഭിച്ചിരുന്ന ഈ ആദരവും ആനന്ദവും കളഞ്ഞു കുടിക്കാൻ മുൻകൈയെടുത്തത്? ഇതൊക്കെയാണ് നിങ്ങൾ ആദ്യം കൂടി ചിന്തിക്കേണ്ടത്. അനുകരണീയമായ ഒരു മാതൃക ലോകത്തു നിന്ന് നഷ്ടപ്പെടുന്നത് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാതിരിക്കുന്നവൻ പോലും ഇഷ്ടപ്പെടാത്തതാണ്. ഒരു സന്യാസി തെറ്റ് കാണിച്ച് ജയിലിലേക്ക് പോയാൽ അയാൾ ഒരുപക്ഷെ ദുഃഖിക്കുന്നുണ്ടാവില്ല. നെഞ്ചു വിരിച്ച് പത്രക്കാരുടെ മുമ്പിലൂടെ പോയേക്കാം. അയാളുടെ ശിങ്കിടികൾ ലഡ്ഡു വിതരണവും ചെയ്തേക്കാം. മനസ്സിലായേക്കാം. പക്ഷെ എതിരാളികളായവർ പോലും, മറ്റു മതങ്ങൾ പോലും അത് ആഗ്രഹിക്കില്ല. സമാദരണീയമായ ആ സ്ഥാനത്തിന്റെ താഴ്ച ലോകം ആഗ്രഹിക്കാത്തതാണ്. മറ്റു മതത്തിലേതാകാം. ഒരു അച്ഛനോ കന്യാസ്ത്രീയോ ജയിലിലേക്ക് പോകുന്നത് ഒരു മതത്തിലും ഇഷ്ടപ്പെടുന്നതാവില്ല. എന്റെ അനുയായികൾ ആ തെറ്റുകളെ മൂടിവെക്കാൻ ശ്രമിച്ചേക്കാം. അതിനിടയിൽ ലഡ്ഡു വിതരണവും നടത്തിയേക്കാം.
പക്ഷെ ഒരിക്കലും ആ പതനം നല്ലവർ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഈ പതനത്തിന് ഉത്തരവാദിയാരാണ്? സുഗന്ധം വീശുന്ന ചന്ദനം കട്ടുമുറിക്കുന്നത് പോലും ചന്ദനത്തിന്റെ മഹത്വം കൊണ്ടാണ്. ചന്ദനത്തിന്റെ സ്വഭാവം കഴിഞ്ഞ് കാറ്റിൽ നിൽക്കാൻ വേണ്ടി കാലമുള്ളാകുന്നത് ആരും ഇഷ്ടപ്പെടുകയില്ല. പിന്നെ മുറിക്കാനും ആരും പോകില്ല. എന്നാലും ഞങ്ങളെ ഇത്രയൊക്കെ എതിർക്കണം, എന്നാൽ ഞങ്ങൾ നിങ്ങളെക്കാൾ തറയായേക്കാം. പിന്നെ ആരും എതിർക്കുകയില്ല. നിങ്ങളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചില്ല എന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ചെന്ന് പറഞ്ഞ് പുരോഗതി വരാൻ വേണ്ടി ഷാപ്പിലിരുന്ന് നമുക്ക് ഒന്നിച്ചും കഴിച്ചേക്കാം. അതിനൊരു പരാതിയില്ല. കാരണം നമുക്ക് രണ്ടു കൂട്ടർക്കും വെളിവില്ലാതെ ഇറങ്ങി പോരാ. അവിടെയാണ് സംസ്കൃതിക്ക് വിനാശം. ശാസ്ത്രങ്ങളിലൂടെ അറിവ് കുറവ്. ശാസ്ത്രത്തോട് ആദരവുണ്ടാകണമെങ്കിൽ അത് അറിയാതിരിക്കുന്നവൻ ആദരവുണ്ടാവും. അറിയുന്നവന് ആദരം ഉണ്ടാകണമെങ്കിൽ അറിയേണ്ടതുപോലെ അറിയണം. ഇല്ലെങ്കിൽ ആദരവ് നഷ്ടപ്പെടും. അതാ ഞാൻ പറഞ്ഞത്, അമ്പലത്തിലെ പൂച്ച ദേവരെ പൂജിക്കാറില്ല. അത് നല്ലൊരു പ്രയോഗമാണ്. ഇത് വരാതിരിക്കണം എങ്കിൽ ആദ്യം നമ്മൾ സത്ത എന്താണെന്ന് അറിയണം, സത്യം എന്താണെന്നും അറിയണം. അതിന് ആദിബല പ്രവൃത്തത്തിലെ ബീജാണ്ഡദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് അന്നത്തെ സംസ്കരിച്ചതാണ്. അന്നത്തിന്റെ ആശ്രയവും ജാതിയും നിമിത്തവും പോണം. വേറെയും ഉണ്ട് ബീജത്തിന് ദോഷങ്ങൾ. പിതൃപിതാമഹ സംപ്രാപ്തമാണ്. സംപ്രാപ്തമാകുന്നതിനിടയിൽ ഒട്ടേറെ ബന്ധങ്ങളുണ്ട്. അവ കടന്നുകൂടിയ മനസ്സിലാണ് ഇത് രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ സംസ്കരിച്ചേ പറ്റൂ. ഇതിന് പ്രധാനമായും 16 വിധ സംസ്കാരങ്ങളും ഉപസംസ്കാര വിഭാഗങ്ങളും വളരെ വ്യക്തതയോടെ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ സംസ്കാരത്തിലും 100 വർഷത്തെ ആയുസ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ശരദശതം, 100 ശരത്കാലം. എനിക്ക് കാഴ്ച കിട്ടണം, അത് കഴിഞ്ഞ് കാഴ്ച കുറയാവൂ. 100 ശരത്കാലം എന്റെ കോശങ്ങൾ വളരണം, പോഷണം ഉണ്ടാകണം. കാരണം എന്റെ ശരീരത്തിന് 2 ധർമ്മമുണ്ട്. എന്റെ ശരീരം കായമാണ്, എന്റെ ശരീരം ശരീരവുമാണ്. ചീയതി അനേന ഇതി കായഃ. ശയനമുള്ളതാണ് കായം. ആരാണ് ഈ ശയനം ചെയ്യുന്നത്? അഗ്നിയാണ്. അഗ്നി അകത്ത് ശയനം ചെയ്യുന്നതിന്റെ പ്രതിരൂപമാണ് ബാഹ്യാഗ്നിയെ ജ്വലിപ്പിക്കുന്നത്. അഗ്നി ശയനം ചെയ്യുന്നതില് ആർക്കാണ് ഈ ദർശവും പൗർണമാസവും? അഗ്നയേ സ്വാഹ എന്ന ആഹൂതി എവിടെയാണ്? ഓം പ്രജാപതയെ സ്വാഹ, ഈ ആഹൂതി എവിടെയാണ്? അതിൽ ഇഷ്ടഗതികൾ എത്രയാണ്? ശയനത്തിന്റെ അത്യന്ത ഭാസുരങ്ങളായ ലോകങ്ങളിലേക്ക് പോണെങ്കിൽ നശിനോതി നേതയതി എന്ന നചികേതസിന്റെ അന്തരാളങ്ങളിലേക്ക് പോകണം. ഒരു പിതാവ് തന്റെ പുത്രനെ ഉപനയിപ്പിക്കുകയാണ്. എങ്ങനെയാ ഉപനയിപ്പിക്കുന്നത്?
കല്യാണം എങ്ങനെയാണ്? ആരാണ് ഉപനയിപ്പിക്കുന്നത്? പിതാവാണ്. എങ്ങനെയാണ് ഉപനയിപ്പിക്കുന്നത്? 3 പകലുകൾ ഭക്ഷണമില്ല. പണ്ട് ഭക്ഷണം പകല് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? 3 പകലുകൾ ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ 3 പകലും 3 രാത്രിയും ഇല്ല എന്നർത്ഥം. 3 രാത്രിയിൽ ഉറക്കമില്ല. 3 പകലും 3 രാത്രിയും ഭക്ഷണവും ഉറക്കവും ഇല്ലാതെ യമധർമ്മന്റെ അടുക്കലേക്ക് യാത്രയാക്കുന്ന ദിനമാണ് ഉപനയനം. യമന്റെ അടുക്കൽ പോകണം, യമനെ കാണണം, ഇല്ലാതെ 2ാം ജന്മമില്ല. ദ്വിജത്വം ഈ വരദാനമാണ്. അത് തരുന്നത് പിതാവല്ല, യമൻ. അത് തരാൻ പിതാവിനാവില്ല. പിതാവിന് പറഞ്ഞു വിടാനേ ആവുള്ളൂ. പിതാവ് അതിന്റെ റിക്രൂട്ടിംഗ് ഏജന്റാണ്. എന്തിനാ സൃഷ്ടിച്ചത്? പഠിക്കാന്ന് ചോദിക്കാറില്ലേ? നിന്നെ കൊല്ലാനാ സൃഷ്ടിച്ചതെന്ന് വ്യക്തമായി ചെറുപ്പത്തിലെ ഉത്തരം കൊടുക്കുക. പിന്നെ പ്രായമാകുമ്പോൾ ചോദിക്കില്ല. അതുകൊണ്ട് ബ്രാഹ്മണകുമാരൻ ഒരിക്കലും പിതാവിനോട് തിരിഞ്ഞൊന്നും ചോദിക്കില്ല, എന്തിനാണോ താൻ ഈ പണി കാണിച്ചതെന്ന്. കാരണം ഇതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നിന്നെ ഞാൻ ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നു, ഇത് അങ്ങോട്ട് അയക്കാൻ പോവാണ്. അയക്കുന്നത് സമസ്ത വസ്തുക്കളും എടുത്തു കൊടുത്തിട്ടാണ്. തന്റേതായത് മുഴുവൻ ദാനം ചെയ്തു തീർത്തിട്ട് അവസാനമായി പുത്രനെയും കൊടുക്കുകയാണ്. ഇതിന് വിശ്വജിത്യാഗമെന്നാണ് പറയുന്നത്. കാരണം പിതാവ് വംശാവലിയുടെ ബന്ധങ്ങളിൽ നിന്ന്, ശേഷഭാവങ്ങളിൽ നിന്ന് പുത്രനാൽ മോചിപ്പിക്കപ്പെടുന്നത് പുത്രന്റെ ഉപനയനത്തിൽ വെച്ചാണ്. ഉന്നാമമാകുന്ന നരകങ്ങളിൽ നിന്ന് മുഴുവൻ തന്റെ ദാതൻ മോചനം നേടുന്നത് പുത്രോപനയനത്തിൽ, പുത്രോപനീതത്തിൽ വെച്ചാണ്. അവിടെ വെച്ച് തന്റെ സമസ്ത ബന്ധങ്ങളും സമസ്ത വസ്തുക്കളും ദാനം ചെയ്തു. ഒടുവിൽ പുത്രൻ ചെന്ന് ചോദിക്കും, എന്നെ ആർക്കാ കൊടുക്കുക? ദാ നിന്നെ കൊടുക്കാൻ പോവാണ് യമൻ. 3 പ്രാവശ്യം പറയും. 3 പ്രാവശ്യം പുത്രൻ ചോദിക്കും, എന്റെ ഈ ഭൗതിക ശരീരം ആർക്കുള്ളതാണ്? യമനുള്ളതാണ്. എന്റെ ഈ സൂക്ഷ്മ ശരീരം ആർക്കുള്ളതാണ്? യമനുള്ളതാണ്. എന്റെ ഈ കാരണ ശരീരം ആർക്കുള്ളതാണ്? യമനുള്ളതാണ്. അപ്പോഴാ ചൊല്ലുന്നത് മൃത്യുരാചാര്യസ്തവ. മൃത്യുവാണ് നിന്റെ ആചാര്യൻ, ഞാനല്ല. ഋഗ്വേദത്തിലെ ഇർക്കുകൾ എടുക്കുക, അഥർവണത്തിലെ ഇർക്കുകൾ എടുക്കുക, പഠിച്ചു നോക്കുക. ഏതാണ് ഉപനീതമെന്ന് അഥർവത്തിലെ ഇർക്കെടുത്ത് നോക്കുക. മൃത്യുവാണ് നിന്റെ ആചാര്യൻ, മൃത്യുവിന് ഞാൻ കൊടുക്കുക. മൃത്യുമുഖത്തേക്ക് പോകും. അവൻ സമർത്ഥനായതുകൊണ്ട് മൃത്യുവിന്റെ കരയ്ക്കകത്ത് കയറില്ല. അവനവിടെ നിൽക്കും. മൃത്യു വരുന്നവരെ നിൽക്കും. കാത്തുനിൽപ്പാണ് മൃത്യുവിൽ എത്തുന്നതിന് മുമ്പുള്ള കാത്തുനിൽപ്പാണ് 3 പകലും 3 രാത്രിയും. 3 പകലും 3 രാത്രിയും മൃത്യുവിനെ കാത്തുനിന്നതിന് പ്രായശ്ചിത്തമായി മൃത്യു 3 വരങ്ങൾ കൊടുക്കും. ആദ്യത്തെ വരം കൊണ്ട് തന്നെ അവൻ തിരിച്ചു പോരും. മിടുക്കനായതിനാൽ അവൻ പറയും, തിരിച്ച് ഞാൻ ചെല്ലുമ്പോൾ എന്റെ പിതാവ് പണ്ടത്തെ പോലെ എന്നെ സ്വീകരിക്കണം. തഥാസ്തു എന്ന് മൃത്യു പറയും. ഇനിയിപ്പോ മൃത്യുവിന് പറയാൻ പറ്റില്ല, അകത്തോട്ട് പോകാൻ. എന്റെ പിതാവ് സുഖിയായിരിക്കണം. തഥാസ്തു എന്ന് മൃത്യു പറയും. പിതാവും മോചനം നേടുകയായി. ഇത് രണ്ടും ഇഹലോകത്തെ കാര്യമാണ്. പരലോകത്തെ കാര്യവും എനിക്ക് വേണം. അതിനെത്ര ഇഷ്ടതകളുണ്ട്. അവിടെയാണ് യാഗരഹസ്യം പഠിപ്പിക്കുന്നത്. ആ യാഗത്തിന് നാചികേത യാഗം എന്ന് പറയും. അച്ചയനം. ആ നാചികേത യാഗത്തിലെ ചയന പ്രക്രിയയിലാണ്
കായം സ്ഥിതി ചെയ്യുന്നു. കഴിക്കുന്ന ആഹാരം പചിച്ച് അത് മൃത്യു തേടി അത് കോശമായി വികസിക്കുമ്പോൾ, കോശത്തിൽ നിന്ന് കോശങ്ങൾ ഉണ്ടാകുമ്പോൾ കായം ചീയതയനേന, എപ്പോഴാണോ അത് നശിക്കുന്നത്, ശീര്യതയനേന ഇത് ശരീര. അതുകൊണ്ട് ഒരു 100 വർഷം പോഷണം നടക്കണമെന്ന് പറഞ്ഞാൽ എന്നിലെ കായ പ്രക്രിയ ചയനം 100 വർഷം നടക്കണം. അത് കഴിഞ്ഞ് വാർദ്ധക്യം വരണം. ഇങ്ങനെ ആ ഇറുക്ക് എല്ലാത്തിലും ഉള്ളതാണ്. സംസ്കാരത്തിൽ വളരെ പ്രധാനമാണ് അന്നം. അന്നം ചയനം ചെയ്ത മനസ്സുണ്ടാകും. അന്നം ചയനം ചെയ്തിട്ട് മനസ്സുണ്ടായാൽ മനസ്സ് നശിക്കുന്നതും അന്നത്താലാണ്. അതുകൊണ്ട് ശരീരം ശീര്യതയനേന ഇത് ശരീരമാണ്. അപ്പൊ അച്ഛൻ കഴിക്കുന്ന ആഹാരവും അമ്മ കഴിക്കുന്ന ആഹാരവും രൂപാന്തരപ്പെടുമ്പോൾ രൂപാന്തരത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളുണ്ട്. ആദിബലപ്രവൃത്തി അതും സംസ്കാരത്തിന് വിധേയമാണ്. ആഹാരം, അതിന്റെ ജാതി, നിമിത്തം, ആശ്രയം മുതലായ ദോഷങ്ങൾ, അതിന്റെ പാചന പ്രക്രിയകൾ, ഇതൊക്കെ ആർക്ക് പറഞ്ഞു കൊടുത്താലും സാങ്കേതിക ശബ്ദങ്ങൾ കൊണ്ട് ബഹളമില്ലാതെ സാധാരണക്കാരന് പോലും മനസ്സിലാകുന്നതാണ്. ഇതാണ് ഭാരതത്തിന്റെ ശാസ്ത്രവും അറിവും. ഞങ്ങൾ പഠിച്ചിട്ട് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്കാർക്കും മനസ്സിലാകുകയില്ലാത്തതാണെന്ന് ആധുനിക ശാസ്ത്രജ്ഞർ പറയുന്ന പോലുള്ള സാധനമല്ല ഇത്. പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാകാതെ വന്ന കാലഘട്ടത്തിന്റെ ദുർഭാഗ്യതയാണ് ബ്രാഹ്മണ്യത്തിന്റെ തകർച്ച. അല്ലാതെ മറ്റൊന്നുമല്ല. എപ്പോഴാണോ ഒരു ശാസ്ത്രം സാങ്കേതിക സംജ്ഞകളിൽ തളയ്ക്കപ്പെടുന്നത്, എപ്പോഴാണോ അതിന്റെ അന്തർദൃഷ്ടി ജനഹൃദയങ്ങളിലേക്ക് കടക്കുകയില്ലാതെ ഘോരമാകുന്നത്, എപ്പോഴാണോ അത് കഠോര പദങ്ങൾ കൊണ്ട് മറയ്ക്കപ്പെടുന്നത്, അപ്പോഴെല്ലാം ആ സംസ്കൃതി വിനാശത്തെ നേരിട്ടിട്ടുണ്ട്. പഠിക്കുന്നവന്റെ അന്ധകരണ ശുദ്ധി കുറയുമ്പോൾ മനസ്സിലാകാതെ വരുന്നതിനെ ആ ശാസ്ത്രത്തിന്റെ ഗൗരവമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുതലെടുക്കാൻ തുടങ്ങുന്ന ഒരു ജനത കച്ചവടക്കാരായി തീരുമ്പോഴാണ് ശാസ്ത്രം വികലമാകുന്നത്. അതായി അലോപ്പതിക്ക് പറ്റിയിരിക്കുന്നത്. മോഡേൺ മെഡിസിൻ അവിടെയാണ് ഇരിക്കുന്നത്. നിങ്ങളെ പരിശോധിച്ചിട്ട് എന്താണ് അത് പറഞ്ഞു തനിക്കൊന്നും മനസ്സിലാവില്ല. തന്റെ ശരീരത്തെ കുറിച്ച് തനിക്ക് അറിയില്ല. അത് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്കറിയാം. അവിടെ പിന്നെ പോകുന്ന വിശ്വാസം മാത്രം ആവശ്യമുള്ളൂ. വിശ്വാസം അധികമാണ് നിലനിൽക്കുകയല്ല. വിശ്വാസം ഫലമുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കൂ. ഫലം പോയാൽ വിശ്വാസം പോകും. അറിയാൻ വയ്യാതെ പ്രയോഗിക്കുന്നവന് ഫലം കിട്ടില്ല. കാരണം അന്ധകരണം ശുദ്ധമല്ല. ആപോഹിഷ്ട എന്ന മന്ത്രം ഉച്ചരിച്ചാൽ ഫലം ഉണ്ടാകണം. ഫലം ഉണ്ടായിരുന്നപ്പോ ഞാൻ വിശ്വസിച്ചു. വെള്ളം കോരുന്ന കിണറില് വെള്ളത്തിനകത്ത് കൂത്താടി നിറയുമ്പോ അടുത്ത സ്ഥലത്തേക്ക് ഓടി ചെന്നു. ഉത്തമനായ തപസ്വിയായ രാവിലെ കുളിച്ചിട്ട് മാത്രം കാര്യങ്ങളെ ചെയ്യുന്ന, പൂജാതി കർമ്മങ്ങൾ മുഴുവൻ കഴിഞ്ഞിട്ട് മാത്രം തന്റെ കൈകൊണ്ട് വെച്ച് വെള്ളം കുടിക്കുന്ന ഉത്തമന്റെ അടുക്കൽ കിടപ്പോ 4 പേര് കൂടിയിരുന്നു. ആ ധ്യാനമണ്ഡപത്തിൽ നിന്നിറങ്ങി 4 പേര് കൂടി നിന്ന് പ്രധാനിയായ ഒരു യജമാനൻ മനസ്സമാധികതാമെന്ന് ചോദിക്കുമ്പോൾ സമാഹിത മനസ്സസ്മ എന്ന് ചൊല്ലിയിട്ട് ആ ജലത്തിലേക്ക് ആ ശക്തിയെ മന്ത്രപൂർവകമായി കൊണ്ടുപോകുമ്പോൾ ആ ജലം ഒരു കപ്പിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്റെ ജനത്തിലേക്ക് ഒഴിക്കുമ്പോ ഒരു കൂത്താടിയെയും കൊല്ലാതെ ആ കൂത്താടി മുഴുവൻ എതിരെ പോയെന്നറിയാതെ പോയി കിട്ടുമ്പോ അവൻ
അപ്പുറത്ത് കാശ് കൊടുത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വാങ്ങിക്കാൻ പോകില്ല. അവൻ തനിക്ക് കുടിക്കേണ്ട വെള്ളത്തിനകത്തേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റോ തനിക്ക് കുടിക്കാനുള്ള വെള്ളത്തിലേക്ക് 10 തുള്ളിയാണെങ്കിലും പരാമർശം ഒഴിച്ച് കൂത്താടിയെ കൊന്ന് കൂത്താടി ചത്ത ശവവും കൂടെ കുടിക്കില്ല. അതിന് കഴിവുള്ളവൻ അതിനകത്തിരിക്കണം. അപ്പൊ വിശ്വാസം നിലനിൽക്കും. പക്ഷെ അടുത്തവൻ കഴിവുള്ളവനാകണമെങ്കിൽ വിശ്വാസത്തിന്റെ ജ്ഞാനം അടുത്തവനും പകർന്നു കൊടുക്കാൻ കഴിയണം. പകർന്നു കൊടുക്കാത്ത ജ്ഞാനം ഇവൻ കാണിക്കുന്നത് കണ്ടുപിടിച്ചാൽ പോരാ. ശ്രുതിയാണ്, കേട്ടുപഠിക്കണം. അച്ഛൻ നമ്പൂതിരി മിടുക്കനായിരുന്നു, നല്ല കർമ്മപുഷ്ടിയുള്ളയാളായിരുന്നു, അഗ്നിയെ നിലയ്ക്ക് നിർത്തുന്നവനായിരുന്നു, അഗ്നിയെ വിളിച്ചാൽ എത്തിക്കുന്നവനായിരുന്നു. അഗ്നിയാത്മനെ ദീപം കൽപ്പയാമി എന്ന് പറഞ്ഞാൽ അതിന്റെ ബീജം ഉച്ചരിച്ചുവെങ്കിൽ, ഞാൻ ബീജം ഇല്ലാതെയാ പറഞ്ഞേ, അത് പറയരുതാത്തതുകൊണ്ടാണ്, മര്യാദ കൈവിടരുതെന്നുള്ള നിർബന്ധം കൊണ്ടാണ്. അത് ഉച്ചരിച്ചാൽ രേഫത്തിന് എത്ര ശക്തിയുണ്ട് എന്ന് കൃത്യമായി അറിയുന്നവൻ ഉച്ചരിക്കുമ്പോൾ അഗ്നി എഴുന്നള്ളുമായിരുന്നു. അങ്ങനെയുള്ളവനാണ്. പക്ഷെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. മാഹിത്യ സർവഭൂതാനി എന്ന് വേദമാണ്. താൻ എടുത്തു വെക്കുന്ന നെയ്യാകട്ടെ പൂച്ച വന്ന് നക്കുകയും ചെയ്യുന്നു. നിവൃത്തിയില്ലാത്തതുകൊണ്ട്, സഹായത്തിനധികം ആളുകളില്ലാത്തതുകൊണ്ട്, സഹായികളെ വിളിച്ചാൽ ശുദ്ധാദികളില്ലാതെ വരുന്നതുകൊണ്ട്, തന്നെത്താൻ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട്, മക്കൾ പ്രായമെത്താത്തതുകൊണ്ട് പൂച്ചയെ തൽക്കാലം ഒരു തുണി ചുറ്റി കഴുത്തില്ലാതൊരു തടയുണ്ടാക്കി അതിലൊരു ചരട് കെട്ടി 6 മീറ്റർ നീളത്തിലൊരു ചരടിൽ പൂച്ചയെ മാറ്റിവിടത് ഇട്ടിട്ട് കർമ്മമെല്ലാം കഴിഞ്ഞ് അതിനെ അഴിച്ചുവിട്ടു. പ്രായത്തിൽ മകൻ വന്നപ്പോൾ ഇതെല്ലാം കണ്ടു, വളർന്നു. അച്ഛന്റെ കർമ്മത്തിലൊക്കെ ഭാഗഭാക്കായി. അച്ഛൻ മരിച്ചു. കർമ്മത്തിന് ആളുകൾ വന്നപ്പോൾ ആദ്യം എഴുതി കൊടുത്ത ഐറ്റത്തിൽ കറുത്ത പൂച്ച എണ്ണം വന്നു. ഇപ്പൊ പൂച്ചയില്ല. കെട്ടാനുള്ള ചരട് നീളം 10 മീറ്റർ. ഇനി കർമ്മം ചെയ്യേണ്ട കാര്യമില്ല. കണ്ടുപിടിച്ചാൽ പോരാ, ശാസ്ത്രം ഗുരുമുഖത്ത് നിന്ന് കേട്ടുപിടിക്കണം. ശ്രുതി നിഷ്ഠയോടെ പഠിക്കണം, ഉത്തമമായി പഠിക്കണം. ലാഭവും അരുത്. അപ്പോൾ വിശ്വാസം നിലനിൽക്കും. അന്യർക്ക് ലോകം പ്രയോജനത്തിനോടുന്നതാണ്. ലോകത്തിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് പ്രയോജനം തരുന്നതെന്ന് അന്വേഷണമില്ല. മന്ത്രപൂർവകമാണോ, വേദപൂർവകമാണോ, മന്ത്രമില്ലാതെയാണോ, അതൊന്നും അവരന്വേഷിക്കാറില്ല. പ്രയോജനമുണ്ടോ, വിശ്വാസം നിലനിൽക്കും. പ്രയോജനങ്ങളില്ലാതെ നൂറ്റാണ്ടുകളിൽ ഈ സംസ്കൃതി നിലനിൽക്കില്ല. ഇത് നിലനിന്നു ഇതുവരെ. എന്ന് നശിക്കാൻ തുടങ്ങി, പ്രയോജനമില്ലാത്തതുകൊണ്ട് നശിക്കാൻ തുടങ്ങി. പ്രയോജനമില്ലാത്ത പൂർവ്വവസ്തുക്കൾ കാഴ്ച ബംഗ്ലാവിന് അലങ്കാരമാണ്, മനുഷ്യ ജീവിതത്തിന് അലങ്കാരമല്ല. ഇതാണ് നമ്മൾ ഇത്തരണത്തിൽ അറിയേണ്ടത്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഇവിടെ വരാൻ, നിങ്ങളോട് ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാൻ, നിങ്ങളുടെ പുനർചിന്തനമെങ്കിലും ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഞാൻ ചാരിതാർത്ഥ്യതയാണ്. പുറത്തും സ്ത്രീയാണ്. ഞാൻ പറഞ്ഞതിലെ നല്ല കാര്യങ്ങളല്ല, പൂർവികരായ ഉത്തമ ബ്രാഹ്മണ്യത്തിന്റെ സത്സന്താനങ്ങളുടെ അവകാശങ്ങൾ മാത്രമാണ്. ഞാൻ പറഞ്ഞതിലെ വൈകല്യങ്ങളും തെറ്റുകളും എന്റേത് മാത്രം. അതുകൊണ്ട്
വന്നിട്ടുള്ള പിഴവുകൾ എന്റേതായി കരുതണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം.